വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എന്താടാ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞത്? ആ, ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോന്ന് ആലോചിച്ചങ്ങനെ ഇരുന്നതാ. നിനക്കെന്തോ പ്രശ്നമുള്ളമാര് തോന്നുന്നു. തോന്നുന്നതല്ല, ഞാൻ വലിയൊരു പ്രശ്നത്തിലാ. എന്താടാ? എൻ്റെ ജോണി കുടുംബസമാധാനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിട്ട് എന്താ കാര്യം? എൻ്റെ അമ്മയും ഭാര്യയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്, എന്നും ഉടക്കാണെന്നേ. ഇതാണ് ഇത്ര വലിയ കാര്യം? എടാ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ? ഉണ്ടാവും, പക്ഷെ എൻ്റെ വീട്ടിലെ പോലെ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്നും പോവും. അല്ലാതെ പിന്നെ എത്രയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കും. പിന്നെ അതൊക്കെ കാര്യം പറയണ്ടല്ല, നമ്മൾ പട്ടിണിയാവും. അതെന്താടാ? ഭാര്യ പിണങ്ങി ഒരിടത്ത്, അമ്മ പിണങ്ങി മറ്റൊരിടത്ത്. സത്യം പറയാല്ല, ആ പിള്ളേരില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല വഴിക്കും പോയാനെ. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഓ, അപ്പൊ നീ അടുക്കളയിൽ കയറുമല്ലേ? എന്തു കാര്യത്തിന്? കുടിക്കാൻ ചൂടുവെള്ളം ചൂടാക്കാം, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാം, അതും കട്ടൻ ചായ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂല. എടാ, നീ ഉടക്കിന് നിൽക്കാതെ അനുനയത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ട് ഇണങ്ങിയും പിണങ്ങിയൊക്കെ എല്ലാ വഴിയും നോക്കി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു വഴിയും കാണാതെ പെരുവഴി നിൽക്കുന്ന പോലെ ഇപ്പൊ ഞാൻ. മിക്കപ്പോഴും നിന്റെ അമ്മ രാവിലെ പള്ളിയിൽ പോകുന്ന കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആളാണെന്ന് തോന്നിയില്ലേ? അതെ. ആ, നാട്ടുകാരോടോ ബന്ധുക്കളോടോ ഒന്നും ഒരു പ്രശ്നമില്ല. അവരുടെയൊക്കെ മുന്നിലേ അമ്മ മദർ തെരേസയാണ്. എന്ത്? അല്ല, അങ്ങനെ പെരുമാറോന്ന് പറഞ്ഞതാണേ. അതിനൊരു വഴിയുണ്ട്. എന്താ? നമുക്കേ നിന്റെ അമ്മയോട് അച്ഛനെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ? ഏയ്, അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അമ്മക്ക് പിടുത്തം കിട്ടും. ഞാൻ അച്ഛനോട് വന്നെന്ന് പറഞ്ഞെന്ന് അമ്മക്ക് മനസ്സിലാകുകയും ചെയ്യും. അല്ലെങ്കിൽ അവിടെ സംശയിക്കും. പിന്നെ അതിനച്ഛൻ നേരിട്ട് അങ്ങ് ചേടത്തിയോട് ചേടത്തി വീട്ടിൽ ചേടത്തി എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കോ? പിന്നെ എടാ, അതൊക്കെ അച്ഛൻ അതിൻ്റെതായിട്ടുള്ള രീതിയിലേ കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ച് ചേടത്തിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. എടാ, അച്ഛൻ ഇതെത്ര കണ്ടിരിക്കുന്നു. പോരാത്തതിനെ അച്ഛൻ ഇപ്പൊ മേടയിലും ഉണ്ട്. അത് കൊള്ളാം, എങ്കിൽ നീ എന്റെ കൂടെ വാ. പിന്നെ എടാ, നമ്മുടെ സൈമനച്ഛനല്ലേ നിങ്ങളുടെ കുടുംബകാര്യം സംസാരിക്കണതിൻ്റെ അടുത്ത് ഒരു അന്യപുരുഷനായ ഞാൻ എന്തിനാണ് വരുന്നത്? എന്നാ പിന്നെ ഒറ്റക്ക് ചെല്ലല്ലേ? പിന്നല്ലാതെ. അല്ലേ തന്നെ ഒരു തല്ലിനോ യുദ്ധത്തിനോ ഒന്നുമല്ലല്ലോ പോകുന്നത്. നീ ദൈവത്തെ വിളിച്ചിട്ട് ധൈര്യത്തിന് പോടാ. അല്ല, ഒറ്റക്ക് പോകാൻ ഒരു ഇത് കൊണ്ടാണേ. അല്ലേ? വാ, ഞാനും വരാം. ശരി. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. അല്ല ജോണി, ഈ വിഷയത്തിൽ ഞാൻ ത്രേസ്യ ചേട്ടത്തിയോട് എന്ത് ചോദിക്കാനും പറയാനോ? ആൻഡോ, അമ്മയ്ക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? അപ്പോൾ കുറച്ചധികം സ്നേഹവും ക്ഷമയൊക്കെ കാണിക്കേണ്ടത് നിങ്ങളല്ലേ? ഭാര്യയെ ആൻഡോ പറഞ്ഞ് മനസ്സിലാക്കണം. അതച്ഛന് ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടാ.
കണ്ടം വടിക്കും മുണ്ടം വടിയുന്ന അമ്മയുടെ രീതി. എന്തെങ്കിലും ഒന്ന് ചെയ്യണോ അച്ഛൻ? അച്ഛൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33-ാം അധ്യായം 1-ാം വാക്യം. ഞാനൊന്ന് ചേട്ടത്തെ കണ്ട് സംസാരിക്കട്ടെ. ആൻഡോ സമാധാനമായിട്ടിരിക്കും. എങ്കിൽ പിന്നെ ഞാനും കൂടി ചെല്ലട്ടെ അച്ചോ. ഓ, വാ ജോണി പോവാ. ശരി അച്ഛൻ. അങ്ങനെ ആവട്ടെ. ആ. നീ എന്താ ആലോചിക്കണത്? ഇതിനൊരു വഴിയുണ്ട്. നിന്റെ അമ്മ ആ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിനായിട്ട് നീ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ചെന്നില്ലേ, ആ അതുപോലെ ചെല്ലും. അതെങ്ങനെ? എൻ്റെ മനസ്സിലെ ചില ഐഡിയകൾ തോന്നുന്നുണ്ട്. അതിലൊരു ബെറ്റർ ഐഡിയ ഞാൻ ഇതിലെടുത്ത് ഉപയോഗിക്കും. എങ്ങനെയായാലും നിനക്ക് നിന്റെ വീട്ടിൽ വഴക്ക് മാറി സമാധാനം ഉണ്ടായ പോരെ? മതി, അതത് മതി. അച്ഛൻ്റെ അടുത്ത് ചേട്ടത്തി എത്തിക്കിട്ടിയ സംഗതി 100% സക്സസ് ആയിരിക്കും. ആണല്ലേ? പിന്നല്ലാതെ. അച്ഛൻ അങ്ങനെ പറയുകയും നീ ഇങ്ങനെ എല്ലാം ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞതും എനിക്കിപ്പോ ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ തോന്നണ്ടാ. എൻ്റെ വീട്ടിലെ പോലെ തന്നെ നിന്റെ വീട്ടിലും സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ വന്നിട്ടേ എനിക്കിനി റെസ്റ്റ് ഉള്ളൂ. തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. ചേട്ടത്തി, ആ ഈ ചേട്ടത്തി പള്ളിയിലേക്ക് പോകുന്ന വഴിയാണല്ലേ? ആ വൈകിട്ട് കൊന്തയൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ മോനെ? ഓ, സുഖം തന്നെ ചേട്ടത്തി. അല്ല, പള്ളിയിലേക്ക് 2 ദിവസമായിട്ട് കണ്ടില്ല. അത് ഈ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കണേ അമ്മ. ഓ, അതെന്താ അവിടെ പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടോ? ഏയ്, വിശേഷമൊന്നുമില്ല. അത് വെറുതെ പോയതായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ വീട്ടിലുണ്ട്. ആഹാ, അപ്പൊ രാവിലെ പള്ളി കണ്ടില്ലല്ലോ. ആ, ഇന്ന് വന്നില്ലമ്മ. ആ അല്ല, ഇന്നലെ ഇവിടെ നിന്ന് ഞങ്ങള് പള്ളിയിൽ നിന്ന് പോകുമ്പോ 9-9:30 മണിയായല്ലേ. രാത്രിയോ? അതെ. അതെന്താ? അച്ഛൻ്റെ അടുത്ത് വന്നാണേ. ആ അമ്മയും ഭാര്യയും തമ്മില് ഈ ചെറിയൊരു വഴക്കി തുടങ്ങിയതാണ്. ആ പക്ഷെ അതങ്ങ് കേറി വലിയ പ്രശ്നമായി. അല്ല, നമുക്ക് അമ്മയും ഭാര്യയും വേണമല്ലോ. ഉം. അങ്ങനെ അവരുടെ വഴക്ക് തീർക്കാൻ വേണ്ടി വന്നതാ. ഓ, കേട്ടോ എഴുതി. ദേ, കാര്യം എൻ്റെ ഭാര്യയൊക്കെയാണ് എന്ന് കരുതി എൻ്റെ അമ്മയോട് വഴക്കിനി എന്നാലുണ്ടല്ല, ഞാൻ സമ്മതിക്കൂല. ഉം. അങ്ങനെയാ സ്നേഹമുള്ള മക്കള്. പക്ഷെ വേറൊരു കാര്യം ഉണ്ട് എടുത്തി. ആ എൻ്റെ അമ്മയുടെ ഭാഗത്തും തെറ്റണ്ടേ? ഏ ആന്നേ, ഞാൻ പിടിച്ച മുയലിന് 2 ചെവി എന്ന് പറയണ മാതിരിയാണ് ചില സമയത്ത് അമ്മയുടെ പെരുമാറ്റം. അതിന് മുയലിന് 2 ചെവിയല്ലേ? 3 അല്ലേ? 3? ആ, 3 ചെവിയുണ്ട് എന്നമ്മ പറയുന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അമ്മ മുയലിന് 2 ചെവിന്ന് പറഞ്ഞു എന്നാ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്. അല്ല, അമ്മ 3 ചെവി എന്ന് പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ മോനെ, എനിക്ക് ചെവിക്ക് യാതൊരു കേൾവിക്കുറവുമില്ല. അപ്പൊ എനിക്ക് തെറ്റുപറ്റിയതാ. അമ്മക്ക് ഇത്തിരി വാശി കൂടുതലാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ മോനെ, സ്വന്തം അമ്മമാരെ കുറ്റം പറയരുത്. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മമാരെ കുറ്റം പറയരുത്. എങ്ങനെ കുറ്റം പറയാതിരിക്കും? അമ്മാതിരി പ്രവർത്തികളാ അമ്മയുടെ കയ്യില്. അത് ഈ എടുത്തിക്കറിയോ? എന്റെ ഭാര്യ അവളാണ് വിട്ടുകൊടുക്കോ? ഇല്ല. അല്ല, അമ്മമാര് കുറ്റം ചെയ്താലേ വേണ്ട
ചേട്ടത്തിയുടെ മോൻ ആൻഡോ ക്ഷമിക്കോ? ക്ഷമിക്കുവന്നോ? ക്ഷമിച്ചില്ലെങ്കിലേ അവനെ കൊണ്ട് ഞാൻ ക്ഷമിപ്പിക്കും. അവനെ കൊണ്ട് മാത്രമല്ല, അവന്റെ ഭാര്യയെ കൊണ്ട് വരെ ഞാൻ ക്ഷമിപ്പിക്കും. ആ, അതൊക്കെ പോട്ടെ. എന്നിട്ട് അച്ഛൻ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. സംഗതി രണ്ടുപേരും ഇപ്പോ ചക്കരയും പീരിയാണ്. അച്ഛനെ സമ്മതിക്കണം. അത്രക്ക് സമാധാനമാ ഇപ്പൊ എന്റെ വീട്ടില്. എന്താ എടുത്ത് ആലോചിക്കുന്നത്? അല്ല, അച്ഛൻ ഇപ്പൊ പള്ളിയിലുണ്ടാവോ ആവോ? അത് ഇപ്പൊ ആ ഗ്രോട്ടോന്റെ അടുത്താ അല്ലെങ്കിൽ ആ ഗാർഡനിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്താ എടുത്തി? എനിക്കൊന്ന് അച്ഛനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ചേട്ടത്തി ചെല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ആ, ശരി. എന്റെ കുടുംബത്തല്ലെങ്കിലും സമാധാനക്കേടൊന്നുമില്ലേ എടുത്തി. ഇത് നിങ്ങൾ നന്നാകാൻ വേണ്ടി എന്റെ ബുദ്ധിപരമായിട്ടുള്ളൊരു ഐഡിയ. പോയി അച്ഛന്റെ ഉപദേശം കേട്ട് നന്നാവാൻ നോക്കിയെടുത്തി. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. പുറപ്പാട് 23-ാം അധ്യായം 1-ാം വാക്യം. ആ, ഹലോ ആൻഡോ, നീ ഇപ്പൊ എവിടെയുണ്ട്? എവിടെ? ആ, ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് വരികയാണ്. കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്ലല്ല, നീ കട്ടി. ഓക്കെ എന്നാ. അതെ, ആ ആൻഡോ ഏത് അവിടെ ആ എടാ, അതെ ഞാൻ അതായത് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഭയങ്കര സൗണ്ട്. നമുക്ക് മാറി സംസാരിക്കാം. അല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നത്? നീ ഉള്ള സ്ഥലത്ത് വന്നാലല്ലേ നിന്നെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്താ കാര്യം? എടാ, ഇനി അങ്ങോട്ട് നിനക്ക് ജീവിതത്തിൽ സമാധാനത്തിന്റെ നാളുകളായിരിക്കും. ഓ, സസ്പെൻസ് തകർക്കാനല്ല. എടാ, ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്താ? അരമണിക്കൂറാ? എടാ, അത്രയും നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്. എടാ, ഇത് അരമണിക്കൂറല്ല, അര സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രക്ക് ഫാസ്റ്റായിട്ട് പറയേണ്ട കാര്യമാണ്. എങ്കിൽ നീ ഇവിടെ ഇല്ലേ? ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ആ, വേഗം ചെന്നിട്ട് വാ. ദേ വന്നു കഴിഞ്ഞു. എന്താടാ, ഇന്നെന്റെ അമ്മയങ്ങനും കണ്ടിരുന്നാ? ഓ, മനസ്സിലാക്കി കളഞ്ഞല്ല. കണ്ടു എന്ന് മാത്രമല്ല, ഒടിച്ചു നുറുക്കി കുപ്പിയിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാ? എടാ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സൈമൺ അച്ഛൻ്റെ അടുത്ത് നിന്റെ അമ്മ എത്തിയിട്ടുണ്ട്. എന്തിന്? എടാ, നിങ്ങളുടെ കുടുംബത്തെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട്. എന്റെ അമ്മ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ഇതെങ്ങനെ സാധിച്ചു എന്നല്ലേ? അതെ. എടാ, നിങ്ങളുടെ കുടുംബ സമാധാനത്തിനായിട്ടേ ഞാനൊരു കിടിലം ബുദ്ധി ഉപയോഗിച്ചു. അതിൽ നിന്റെ അമ്മ ഫ്ലാറ്റ്. ഒരു 10-15 മിനിറ്റ് മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയണത്. സൈമൺ അച്ഛൻ്റെ അടുത്ത് നിന്റെ അമ്മ എത്തിക്കഴിഞ്ഞാ ഇതിനൊരു പരിഹാരമായി. നീ കണ്ടോ? നീയാടാ യഥാർത്ഥ കൂട്ടുകാരൻ. നന്ദി ഉണ്ടോ ജോണി? ഓ, എന്തിനാടാ ഇതിനൊക്കെ നന്ദി പറയണത്? ഇതൊക്കെ ഞാൻ എൻ്റെ കടമയായിട്ട് കാണുന്നത്. അല്ല, 15 മിനിറ്റ് എന്ന് പറയുമ്പോ അമ്മ ഇപ്പൊ എവിടെ ഉണ്ടാവും? ചേട്ടത്തി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി.
70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണല്ലോ അച്ചോ കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ത്രേസ്യ അതിലും കൂടുതൽ ക്ഷമിക്കുന്നുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോൾ പിന്നെ ഞാൻ കൊടുക്കും. എന്റെ കലി അടങ്ങുന്നത് വരെ ഞാൻ പറയും. മധ്യസ്ഥം വഹിക്കാൻ വരുന്ന എന്റെ മകൻ ആ ആന്റെ പുണ്യാളനില്ലേ, അവന് വയറ് നിറച്ചു കൊടുക്കും ഞാൻ. അല്ലേ തന്നെ അച്ഛൻ പറയേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് കാര്യങ്ങള്. ഭക്ഷണത്തിന്റെ കാര്യമായാലും വസ്ത്രത്തിന്റെ കാര്യമായാലും എല്ലാത്തിനും അവള് വേർതിരിവാ. പോരാച്ചോ, പോരാ. ചേർത്തി, കർത്താവ് 70 പ്രാവശ്യം ക്ഷമിക്കണ കാര്യം ഓർമ്മയിൽ ഇത്രയും കാര്യമായി ഓർത്തിരിക്കുന്ന ചേർത്തി, ബൈബിളിൽ ക്ഷമ, സഹനം, സഹാനുഭൂതി അങ്ങനെയുള്ള നന്മയുടെ വശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കാത്തത് എന്താ? അത് അച്ചോ, ഇത്രയും പ്രായവും ജീവിതാനുഭവമുള്ള ചേർത്തിക്ക് നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും ലഭിക്കുമെന്നുള്ള കാര്യം കാര്യകാരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ജീവിക്കുന്ന കാലം അത്രയും ദേവേഷ്ടപ്രകാരം ജീവിക്കുക. ചേട്ടത്തിയോട് അത്രയും പറയാനേ എനിക്കിപ്പോൾ തോന്നുന്നു. അച്ചോ, ചില സമയത്ത് ഇതെല്ലാം മറന്ന് ഞാൻ പ്രതികരിച്ചു പോകും. ചേട്ടത്തി, കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാർഗമല്ലേ? അപ്പോൾ ക്ഷമിക്കുക, പിന്നെയും പിന്നെയും ക്ഷമിക്കുക. അച്ചോ, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ആ, നീ വന്നിട്ട് അധികം നേരമാ? ഞാൻ കുറച്ച് താമസിച്ചു വരാ. വണ്ടി നിന്റെ അല്ലേ? എന്റെ വണ്ടിയൊന്നുമല്ല. ആ പിന്നെ എൻ്റെ ജോണി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഐഡിയയിൽ അച്ഛൻ്റെ അടുത്ത് വെച്ച അമ്മയുണ്ടല്ലോ, ആ അമ്മ ഇന്ന് പത്രമായിട്ട് തങ്കോണു തങ്കം. ഹോ, രണ്ടുപേരുടെ സ്നേഹം കാണുമ്പോൾ ഞാനാകെ നോക്കേ, എൻ്റെ രോമൊക്കെ എണീറ്റിരിക്കുന്നു. ദേ നോക്കേ, അല്ലെങ്കിൽ വേണ്ട. ദേ നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വാ, നിനക്ക് നേരിട്ട് കാണാമല്ലോ. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്ത് മിണ്ടിയിട്ടെന്തിനാ? നിന്റെ വീട്ടില് സന്തോഷവും സമാധാനവും വരാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അതിനുള്ള നന്ദിയാണ് ഞാനിപ്പോൾ നിന്നോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണത്. നിനക്കൊന്നും മനസ്സിലായില്ല? ആ, അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത എന്താണ്? എടാ ദേ നീ ഇത് നോക്കിയ. എന്താ? അയ്യോ, ഇത് ശരിക്കും മുഴച്ചിട്ടുണ്ടല്ലടാ. നീ വല്ലയിടത്ത് വീണാ? ഏയ്, പിന്നെ എന്റെ അമ്മ എന്നെ ചെലവ് കൊണ്ടടിച്ചതാ. എന്തിനീ? എടാ, എന്റെ വീട്ടില് എന്റെ ഭാര്യ അമ്മയും തമ്മിൽ വഴക്കിലാണെന്ന് ഞാൻ കള്ളക്കഥ ഉണ്ടാക്കി നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അതും എന്തിനാണ്? എടാ, എന്നിട്ട് ആ പ്രശ്നം സൈമൺ അച്ഛനാണ് സോൾവ് ചെയ്തതെന്നേ, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. അങ്ങനെ ഞാൻ പറഞ്ഞു. എനിക്കൊന്നും അങ്ങനെ മനസ്സിലാവില്ല ദൈവമേ. ഞങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത സൈമൺ അച്ഛനെ ആ, നിങ്ങളുടെ പ്രശ്നവും സോൾവ് ചെയ്യുമെന്ന് കരുതി നിന്റെ അമ്മ അപ്പോ സൈമൺ അച്ഛൻ്റെ അടുത്ത് എത്തുമല്ലോ. അത് അമ്മ എത്തി, അച്ഛൻ സംസാരിച്ച് സംഗതി ഭംഗിയായിട്ട് തീർന്നല്ലോ. എടാ, അതിന് നിന്റെ അമ്മ നിന്റെ തലക്കിടടിച്ച എന്താന്ന് എനിക്ക് മനസ്സിലാത്തത്. അതെ, നിന്റെ അമ്മ എന്റെ അമ്മേനെ കണ്ടപ്പോഴേ എന്റെ വീട്ടിലെ പ്രശ്നം ചോദിക്കുകയും മരുമോള് വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണല്ലേ എന്നും എന്റെ അമ്മയോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണെന്നും എന്റെ അമ്മയോട് പറഞ്ഞു. ഇതറിഞ്ഞ അമ്മ എന്റെ വീട്ടിൽ വന്ന് ആദ്യം ഭാര്യയോട് പ്രശ്നം ഉണ്ടാക്കി. അത് രൂക്ഷമായ സമയത്താണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പൊ പിന്നെ എന്റെ അമ്മ എന്നെ തലക്കെട്ടടിക്കാതിരിക്കോ? എന്റെ വീടിപ്പൊ ചെകുത്താൻ കയറിയ വീട് പോലെയാണ്.
അമ്മയാണ്. ആ അമ്മേ, എന്താ ഐസ്ക്രീമോ? അത് സ്ട്രോബെറി വേണോ അതോ വാനില വേണോ? ആ സ്ട്രോബെറി. അത് ഞാൻ എത്തിച്ചോളാം, ഇപ്പൊ തന്നെ വാങ്ങാം. ആ ഞാൻ നേരത്തെ എത്തും. കണ്ടാടാ അമ്മയുടെ സ്നേഹം. സ്ട്രോബെറിയാ വാനിലേ എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കും. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 7-ാം അധ്യായം 29-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.